എന്തുകൊണ്ടാണ് ഞാൻ 360 ഡേയ്സ് ചലഞ്ച് തുടങ്ങുന്നത്? ഒരു പുതിയ യാത്രയുടെ തുടക്കം. നമസ്കാരം എല്ലാവർക്കും. ഇന്ന് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രത്യേകമായ ഒരു ദിവസമാണ്. കാരണം ഇന്ന് ഞാൻ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. ശരിക്കും ഒരുപാട് പ്രാവശ്യം ഞാൻ ഈ യാത്ര ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്, ആരംഭിക്കുന്നതിനേക്കാൾ വേഗത്തിൽ. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാനൊരു തീരുമാനമെടുത്തു. ഈ യാത്ര അടുത്ത 360 ദിവസമെങ്കിലും മുടങ്ങാതെ ഞാൻ ചെയ്യുമെന്ന്. അടുത്ത 360 ദിവസവും കഴിയുന്നത്ര ഒരു ദിവസം പോലും മുടക്കാതെ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ യാത്ര എത്ര ദൂരം പോകുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. ഞാൻ കഴിയുന്നത്ര ആത്മാർത്ഥമായിട്ട് തന്നെ ശ്രമിക്കും. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയതായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ പലപ്പോഴും നമ്മളെ തടയുന്നത് കഴിവില്ലായ്മയല്ല, പേടിയാണ്. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് അതാണ്. മറ്റുള്ളവരെന്തു പറയും? അവരഭിപ്രായം പറയുന്നത് എന്തായിരിക്കും? അവരെന്നെ കളിയാക്കുമോ? എൻ്റെ ചുറ്റും നിൽക്കുന്നവരെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി, അവരുടെ അഭിപ്രായങ്ങൾ. പിന്നെ ഒരു പോയിന്റിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങി, അവരുടെ അഭിപ്രായങ്ങളല്ല എൻ്റെ ജീവിതം. പക്ഷേ എങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഒരു ശ്രമമാണ് ഞാനിപ്പോൾ ഈ നടത്തുന്നത്. ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, തുടങ്ങുന്നതിന് മുന്നേ തന്നെ. ഞാനും അതിൽ നിന്ന് വ്യത്യസ്തയല്ല. എനിക്കും സംശയങ്ങളുണ്ടായിരുന്നു. ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ കഴിയുമോ? എല്ലാ ദിവസവും സമയം കിട്ടുമോ? ആളുകൾ ഈ വീഡിയോ കാണുമോ? പക്ഷെ പിന്നീട് ഞാനൊരു കാര്യം മനസ്സിലാക്കി. ശ്രമിക്കാത്തതിൻ്റെ വിഷമം പരാജയപ്പെടുന്നതിൻ്റെ വിഷമത്തേക്കാൾ വലുതാണ്. നമ്മൾ പലപ്പോഴും പുതിയൊരു വർഷം വരുമ്പോൾ വലിയ തീരുമാനങ്ങൾ എടുക്കും. നാളെ മുതൽ മാറും, നാളെ മുതൽ വ്യായാമം ചെയ്യും, നാളെ മുതൽ പുസ്തകം വായിക്കും. പക്ഷെ ആ നാളെ ഒരിക്കലും വരാറില്ല. അതുകൊണ്ട് ഈ ഒരു 360 ഡേ ചലഞ്ച് തന്നെ ഞാൻ പലവട്ടം ആലോചിച്ചു, സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ പലപ്പോഴും എനിക്കതിന് കഴിഞ്ഞില്ല. ഇത് 365 ദിവസം കംപ്ലീറ്റ് ചെയ്യുമോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ശരിയായ സമയം കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു. ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിക്കില്ല. ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണ് വലിയ വിജയങ്ങളായി മാറുന്നത്. ഒരു ഇഷ്ടിക കൊണ്ട് ഒരു ദിവസം കൊണ്ടും ഒരു വീട് പണിയാൻ സാധിക്കില്ല. പക്ഷേ ഓരോ ദിവസവും ഒരു ഇഷ്ടിക വീതം വെച്ചാൽ അത് മനോഹരമായൊരു വീട് പോലെയാകും. അല്ല, മനോഹരമായ വീട് തന്നെയാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ഇന്നൊരു വീഡിയോ, നാളെ മറ്റൊരു വീഡിയോ, അങ്ങനെ 365 ദിവസങ്ങൾ. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചുവെന്ന് മനസ്സിലാക്കും. ഈ ചലഞ്ചിലൂടെ ഞാൻ ഒരു കാര്യം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പോലെ തീർത്തും സാധാരണക്കാരിയായ ഒരാൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ അവർ കൺസിസ്റ്റൻ്റ് ആവണം, സ്ഥിരത വേണം. എന്നെ സംബന്ധിച്ച് ഒരു കാര്യത്തിനും ഒരിക്കലും അത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അതിനു വേണ്ടി 100% എഫേർട്ട് ഇടാൻ പോവുകയാണ്. ഈ ചാനലിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കും. പ്രചോദനപരമായ കഥകൾ പറയും. ചെറിയ ചെറിയ എൻ്റെ സന്തോഷങ്ങളെക്കുറിച്ച് സംസാരിക്കും. ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ പങ്കുവയ്ക്കും. ഒരു പക്ഷേ എൻ്റെ അനുഭവങ്ങൾ ചിലത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേക്കാം. എന്നെപ്പോലെ നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനാവാത്ത സന്തോഷങ്ങളും സങ്കടങ്ങളും, സ്വന്തമായി സന്തോഷിക്കുകയും സ്വന്തമായി സങ്കടപ്പെടുകയും ചെയ്യുന്ന എന്നെപ്പോലെ ഒരാൾ. ഒരു പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ അറിയുന്നതുമില്ല. പക്ഷെ അതൊന്നും ഈ യാത്ര തുടങ്ങാതിരിക്കാൻ ഒരു കാരണമല്ല. കാരണം എല്ലാ വലിയ യാത്രകളും ഒരു ചെറിയ ചുവടിൽ നിന്നാണ് തുടങ്ങുന്നത്.
ഇന്ന് ഒരാൾ മാത്രം ഈ വീഡിയോ കണ്ടാലും ഞാൻ സന്തോഷിക്കും. കാരണം ഒരാളെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വാക്ക് ഇതിനകത്തുണ്ടെങ്കിൽ അത് ഞാൻ അത്രയേറെ ഹാപ്പിയാണ്. കാരണം എന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ കണ്ടു, ഒരുപാട് വായിച്ചു. പോസിറ്റീവ് ലൈഫിനെ പറ്റി, മോട്ടിവേഷനെ പറ്റി ഒരുപാട് ഗ്രൂപ്പുകളിൽ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ ഞാനായി തീർന്നിരിക്കുന്നത്. പക്ഷേ ഇതും പോരാ, എനിക്ക് ഇതിലും മികച്ചതാവണം. മികച്ചതെന്ന് പറഞ്ഞാൽ സാമ്പത്തികം കൊണ്ടോ ഒന്നുമല്ല, മനസ്സിലെ സമാധാനം കൊണ്ട്. ആരെങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെക്കാൾ ഏറ്റവും മുമ്പിലാവണം. ഈ 365 ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും. എനിക്കറിയാം, ചില ദിവസങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ചില വീഡിയോകൾക്ക് കാഴ്ചക്കാരുണ്ടാകും, ചിലത് കുറവായിരിക്കും. പക്ഷേ എങ്കിലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഒരു ചലഞ്ച് യൂട്യൂബിന് വേണ്ടി മാത്രമല്ല, ഇത് എന്നെ തന്നെ കൂടുതൽ അച്ചടക്കമുള്ളവളാകാനും സ്ഥിരതയുള്ളവളാകാനും ഓരോ ദിവസവും കുറച്ചുകൂടി നല്ല വ്യക്തിയാകാനുമുള്ള ഒരു യാത്രയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങൂ. പൂർണ്ണത കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ല. എല്ലാം ശരിയായതിനു ശേഷം തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട. കാരണം തുടങ്ങുന്നവർ തന്നെയാണ് എപ്പോഴും മുന്നിലെത്തിയിട്ടുള്ളത്. ഈ യാത്രയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഈ യാത്ര തുടരാനുള്ള പ്രചോദനമാണ് എനിക്ക്. എൻ്റെ ശ്രമങ്ങൾ പാഴായി പോകില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഡേ 2 കാണാം.